ഹലോ, മാത്തമാറ്റിക്സിൽ ലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന കലണ്ടർ പ്രോബ്ലംസ് ഒന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദർ ആർ മെനി ട്രിക്സ് ടു സോൾവ് കലണ്ടർ പ്രോബ്ലംസ്. കലണ്ടർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പല ട്രിക്സും ഉണ്ട്. ഈ ക്വസ്റ്റൻ നോക്കൂ. If 2025 October 25 is a Saturday, then 2026 February 15th which day? 2025 ഒക്ടോബർ 25 ഒരു ശനിയാഴ്ചയാണെങ്കിൽ 2026 ഫെബ്രുവരി 15 ഏത് ദിവസമാണെന്നാണ് ചോദ്യം. എക്സാമിനേഷൻ ഹോളിൽ നമ്മുടെ കയ്യിൽ കലണ്ടർ ഇല്ല. മാത്രമല്ല ഈ ദിവസം ഇങ്ങനെ എണ്ണി നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി നമ്മുടെ സമയം പോകുന്ന ഒരു കാര്യമാണ്. അത് പോസിബിൾ അല്ല. സോ നമ്മൾ ഇത് എങ്ങനെ ഈസിലി സോൾവ് ചെയ്യും? അത് സോൾവ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ്? സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ഡേറ്റ്സിനിടയ്ക്ക് എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡേറ്റ്സിനിടയ്ക്കുള്ള നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കുന്നു. സോ ഒക്ടോബർ 25 വരെ ഇവിടെ ഉണ്ട്. ബാക്കി ഒക്ടോബറിൽ എത്ര ദിവസം ഉണ്ട്? ഒക്ടോബറിൽ 31 മൈനസ് 25 ബാക്കി 6 ഡേയ്സ് ഉണ്ട്. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ നവംബർ? നവംബറിൽ വി നോ 30 ഡേയ്സ്, റൈറ്റ്? ആൻഡ് ഇൻ ഡിസംബർ 31 ഡേയ്സ്, ജാനുവരി 31 ഡേയ്സ്, ഫെബ്രുവരി 15th ആണ് തന്നിട്ടുള്ള ഡേറ്റ്. സോ 15 വരെ എടുത്താൽ മതി. ഇത്രയും ക്ലിയർ അല്ലേ? ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ ഇവിടെ എഴുതി. Now we have to add all these numbers. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 5 plus 1 6, 6 plus 1 7, 7 plus 6 13, 1, 1 plus 1 2, 2 plus 3 5, 5 plus 3 8, 8 plus 3 11. So the answer is 113. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഈ നമ്പർ കൊണ്ട് നമുക്ക് ദിവസത്തിലോട്ട് വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ എടുത്തിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Why 7? 7 ഡേയ്സ് ആണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. 7 ദിവസം കൂടുമ്പോഴാണ് ഒരു വീക്ക് ആകുന്നത്. അപ്പൊ ഇതിൽ എത്ര വീക്ക് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7 1 7 43, 7 6 42, ദെൻ റിമൈൻഡർ 1 കിട്ടുന്നു. ഓക്കെ, ഈ റിമൈൻഡറിനെയാണ് നമുക്ക് ആവശ്യം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. ഈ 1 ഇങ്ങോട്ട് എടുക്കുക. തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഡേയുമായിട്ട് അത് ആഡ് ചെയ്യുക. സാറ്റർഡേ പ്ലസ് 1 എത്രയാ? സാറ്റർഡേയുടെ കൂടെ ഒന്ന് കൂട്ടിയ സൺഡേ. സോ അവർ ആൻസർ സൺഡേ. റിമൈൻഡർ 2 ആയിരുന്നെങ്കിൽ ആൻസർ മൺഡേ ആയനെ. റിമൈൻഡർ 3 ആയിരുന്നെങ്കിൽ ആൻസർ ട്യൂസ്ഡേ ആയനെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. രണ്ട് ഡേറ്റ്സിനിടയ്ക്കുള്ള എത്ര ഡേയ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ എടുത്തിട്ട് അതിന് നമ്മൾ എത്ര വീക്സ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിമൈൻഡർ ഏതാണോ ആ നമ്പർ ക്വസ്റ്റിൽ തന്നിട്ടുള്ള ഡേയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ അതിന്റെ ആൻസർ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യണം. 2025 സെപ്റ്റംബർ 25 is a Thursday. Then 2026 January 15th which day? ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യണേ.